എസ് കെ സജീഷ്, നമുക്കിപ്പോൾ ചെറിയ നമ്പർ അല്ല അനർഹരായിട്ടുള്ളവർ ഈ പട്ടികയിൽ കടന്നെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ചെറിയ ഒരു നമ്പർ അല്ല. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരും ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നവരുമായവരിൽ തന്നെ 1458 പേർ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ല. അതുപോലെ തന്നെ ഇതിപ്പോ ഈ കോട്ടക്കൽ നഗരസഭ അവർ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നതും ചെറുതല്ല. അപ്പൊ കൃത്യമായി മസ്റ്ററിംഗ് നടക്കുന്ന, കൃത്യമായി മേൽനോട്ടം നടക്കുന്ന, കൃത്യമായി സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത്രയധികം വീഴ്ച ഉണ്ടാവുന്നത്? അതൊരു കാര്യം ഈ ചർച്ചയിൽ ആദ്യമേ തന്നെ സൂചിപ്പിക്കാം. ഒന്ന്, ഇനി പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി. അത് ഞങ്ങൾ പൊതുവെ തീരുമാനിച്ച കാര്യമാണ്. പൊളിറ്റിക്കലായി നിൽക്കുന്ന ആളുകളോട് സംവദിക്കാൻ ഞങ്ങൾ രാഷ്ട്രീയപരമായി തയ്യാറാണ്. ഞാൻ പറയട്ടെ മാധു, എൻ്റെ അഭിപ്രായം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ രീതിക്കനുസരിച്ച് ഇരുന്ന് തരാൻ വരുന്ന കളിപ്പാവകളല്ല, അതാദ്യം മനസ്സിലാക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു അഭിപ്രായം പറയട്ടെ മാധു. ഒരു കാര്യം, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് അവസാനത്തെ ഇപ്പൊ 8:22 7:30 ആരംഭിച്ച ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് 8 മണിക്കാണ്. അതായത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ അർപ്പിതമായ ഒരു പാനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്നോട് അരമണിക്കൂർ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏതെല്ലാം പാനലുകളെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുമോ അതെല്ലാം വെച്ച് അവതരിപ്പിക്കുന്നു. അതിൽ നിങ്ങൾ സ്വതന്ത്രർ എന്ന് പറയുന്നു. സ്വതന്ത്രരല്ല. ഇവിടെ ഹരിദാസ്, MK ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനല്ല. നിങ്ങൾക്ക് സ്വതന്ത്രനായിരിക്കാം, ഞങ്ങൾക്ക് സ്വതന്ത്രനല്ല. ഞങ്ങൾക്ക് അങ്ങേയറ്റം ഞങ്ങളുടെ രാഷ്ട്രീയത്തെയും ഗവൺമെന്റിനെയും എതിർക്കുക എന്നത് ശ്വാസോച്ഛ്വാസത്തിൽ തുടരുന്ന വ്യക്തിയാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹം സ്വതന്ത്രനായിരിക്കാം, ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ആരാ പറയുന്നത്? സ്വതന്ത്രൻ. അപ്പുറത്ത് നമ്മളിപ്പോൾ കർണാടകത്തിലെ സർക്കാരിനെ കുറിച്ച് ഇതിൻ്റെ ചർച്ചയിൽ ഞാൻ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുകയാണ് അപ്പുറത്തെ കർണാടകത്തെക്കുറിച്ച് പറയേണ്ടതില്ല. കാരണം ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ആളുകൾക്ക് 62 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന 1600 രൂപ വെച്ച് കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനവുമില്ല. അതൊന്നും പരാമർശിക്കരുത്. അദ്ദേഹത്തിന് നൊന്ത് കളയും എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ നൊന്ത് പോകുന്ന കുറേ ആളുകളെ കൊണ്ടിരുത്തി നിങ്ങൾ ഈ ചർച്ച നടത്തുകയാണ്. ഞങ്ങളുടെ പാനൽ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ ചാനലിനോടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കലായി അപ്പുറത്ത് കോൺഗ്രസും BJPയും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ അല്ലാതെ ഒരുക്കി വെക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറല്ല. അതൊരു നിലപാട് എന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. അഭിപ്രായം പറയാൻ താങ്കൾക്ക് അവസരമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയല്ല പറഞ്ഞത്, അങ്ങൊരു അഭിപ്രായമാണ് പറഞ്ഞത്. സ്വാഭാവികമായും ഞാനും പറയട്ടെ, ഇതാ 8:30 മുമ്പ് അങ്ങയോട് മാത്രമേ 7 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഒരു നിമിഷം SK സജീഷ് നോക്കൂ. അങ്ങ് വന്നപ്പോൾ മുതൽ ഈ ചർച്ചയിൽ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. വന്നപ്പോൾ മുതൽ ഈ ചർച്ചയിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ഇപ്പൊ അങ്ങ് ഇറങ്ങിപ്പോയി കളയും, ഞങ്ങൾ പൊളിറ്റിക്കൽ വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടക്കം മുതൽ ഞാൻ അങ്ങയുടെ വളരെ ബഹുമാനത്തോടു കൂടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇത്രയും നേരം ഇനിയും അങ്ങനെ സംസാരിക്കുള്ളൂ. ഞാൻ അങ്ങയുടെ പാർട്ടിയുടെ പ്രതിനിധി ചർച്ചയിൽ വേണമെന്ന ആവശ്യം ബഹുമാനത്തോടെ ഇങ്ങോട്ട് അയച്ചവരോട് അങ്ങോട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങ് വിളിച്ചത്. ഇല്ല, പക്ഷെ അങ്ങ് ബഹുമാനമില്ലാതെ സംസാരിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങ് പക്ഷേ പറയുന്നു ഞാൻ സർക്കാരിനെതിരെ സകല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞ ഒരു പാനല് വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടാക്കി വെച്ചു പറഞ്ഞു. അങ്ങനെ പറയുന്ന അധിക്ഷേപങ്ങളെ മുഴുവനും അയ്യോ SK സജീഷ് പറയുന്നത് വരെ മിണ്ടാതിരിക്കാം, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 30 സെക്കൻഡ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു സ്റ്റോറി സംരക്ഷണം ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങളുടേതാണ് സമയം. അത്തരം ചെറുതാകലുകൾക്ക് ഇവിടെ ഇടവുമില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയില്ല. അതിന് പകരം രാഷ്ട്രീയ നിലപാട് മാത്രമേ പറയുള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് മാത്രമേ സംവദിക്കൂ എന്നൊക്കെ പറയുമ്പോൾ മറുപടിയിലേക്കാണ് ഇനി കടക്കുന്നത്. ഞാൻ ആമുഖമായി പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു, അത്രമാത്രം. നിങ്ങൾക്ക് അത് പൊള്ളുമെന്ന് എനിക്കറിയാം. എനിക്കൊരു പൊള്ളലുമില്ല ശ്രീ SK സജീഷ്. ഇവിടെ ആകെ പൊള്ളുന്നത് അങ്ങേക്ക് മാത്രമാണ്. ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. വ്യക്തിപരമല്ല. അതെ, നിങ്ങൾക്ക് പൊള്ളുന്നുണ്ട് എന്ന് എനിക്കറിയാം. വ്യക്തിപരമല്ല കേട്ടോ, പൊതുവെ എല്ലാവരോടും കൂടി പറയുന്നത്. ഇവിടെ ഇരിക്കുന്നത് എനിക്ക് പൊള്ളിയിട്ടുണ്ട്. കാരണം 1 മണിക്കൂർ ചർച്ചയിൽ
ഇടതുപക്ഷത്തിന് ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ ആക്രമിക്കാൻ ഒരു ചക്രവ്യൂഹം തീർത്തു വെച്ചിട്ട് 5 മിനിറ്റ് മാത്രം അനുവദിക്കുകയും 2ാം റൗണ്ടിൽ 8:22 എന്റെ ചർച്ചയിലേക്ക് വരികയും അതിനുശേഷം ഇപ്പോൾ സമയം 8:26 മാറുകയും ചെയ്ത് ഇനി 4 മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന ഈ ചർച്ചയിൽ നിങ്ങളുടെ കിഞ്ചന വർത്തമാനം കേട്ടു പോകണമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഇനി ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു കിഞ്ചന വർത്തമാനവുമില്ല. 7:53 മുതൽ 8 മണി വരെ മറ്റുള്ള ഈ പറയുന്ന 4 പേർക്കും കൊടുത്തിരുന്നെങ്കിൽ അത്രയും സമയം അങ്ങേക്ക് കിട്ടില്ലായിരുന്നു. 7 മിനിറ്റ് കണ്ടിന്യൂസ് സംസാരിച്ചു. 22 മുതൽ ഇങ്ങോട്ടും സംസാരിച്ചുവെങ്കിൽ ഇങ്ങോട്ടും സംസാരിച്ചെങ്കിൽ അങ്ങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം അങ്ങേക്ക് തന്നെയാണ് കിട്ടുന്നത്. ഇത് അങ്ങ് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഇല്ലാതെ ആക്കുന്ന സമയമാണ്. അങ്ങനെ മാധു തെളിയിച്ചാൽ എന്താണാവോ ഞാൻ തെളിയിക്കേണ്ടത്? ചർച്ച എന്താണാവോ ഞാൻ തെളിയിക്കേണ്ടത്? ഞാൻ പറയട്ടെ മാധു, ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നത് തെറ്റായിക്കോട്ടെ, ശരി, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ തെറ്റായ കാര്യങ്ങളിലും എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനെ നിങ്ങൾക്ക് എതിർക്കാനുമുള്ള അവകാശമുണ്ട്. ഞാൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ എതിർത്തേ മതിയാകൂ എന്ന വാശി പിടിക്കാതിരിക്കൂ. ഞാൻ പറയട്ടെ, ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ മാതൃഭൂമി ചാനൽ ഒരു അരമണിക്കൂർ കൂടി എടുത്ത് CPM-നെതിരായി ഗവൺമെന്റിനെതിരായി പറഞ്ഞോളൂ. അതിന് നിങ്ങൾക്ക് സമയമുണ്ട്. ഇതൊക്കെ എന്ത് തരം നിലപാടുകളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചർച്ച കഴിഞ്ഞിട്ട് ഒരാളെ ഏകപക്ഷീയമായി കാര്യങ്ങളെ വിശദീകരിക്കാൻ അരമണിക്കൂർ എടുത്തുകൊള്ളൂ എന്ന് പറയും. ഈ ചർച്ച 1 മണിക്കൂറാണ്. അത് കഴിഞ്ഞുള്ള അരമണിക്കൂർ അങ്ങനെ കുറ്റം ഉദ്ദേശമില്ല. വ്യക്തിയല്ല. ഞാൻ പറയട്ടെ, ഇനിയെങ്കിലും ഈ ചർച്ചയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കൂ. അത് പറഞ്ഞേ പോകാൻ വേണ്ടി പറ്റൂ. മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഒഫീഷ്യലായി സംസാരിക്കാം. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയേണ്ട കാര്യം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം പറഞ്ഞു വെക്കാം. അതായത് ഇവിടെ നേരത്തെ അവതരിപ്പിച്ച രീതിയിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം എന്താണ്? ഒരു ക്ഷേമ സംസ്ഥാനമായി ഈ സംസ്ഥാനത്തെ മാറ്റണമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിദാരിദ്ര്യം ഉൾപ്പെടെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറുന്നത്. അടുത്ത നവംബർ 1-ാം തീയതി 2025 നവംബർ 1-ാം തീയതി കേരളം അതിദാരിദ്ര്യമുക്ത ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടും. മുഖ്യമന്ത്രികൾ പ്രഖ്യാപിക്കും. ഈ പാനലിൽ എതിർക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരോ ഇവരെല്ലാവരും ചേർന്ന് ഒരു 100 വർഷം ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യ അതിദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മാറില്ല. ഇവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനവും അങ്ങനെ മാറാനും പോകുന്നില്ല. അത് മാറുന്നത് ഈ ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് അപ്പുറത്തൊക്കെ നേരത്തെ പറഞ്ഞ സിദ്ധരാമയ്യയുടെ കർണാടകയൊക്കെ 1000 കൊല്ലം കോൺഗ്രസും BJP ഭരിച്ചാലും അങ്ങനെ മാറാൻ വേണ്ടി പോകുന്നില്ല. അവിടെ ഉണ്ടാവില്ല. പറയട്ടെ ജ്യോതികുമാർ അങ്ങനെ പ്രയാസപ്പെടല്ല. ഞാൻ പറയട്ടെ, പിന്നെ ഇവിടെ അങ്ങനെ ഓരോ മേഖലയിലും ഇടപെട്ടുകൊണ്ട് പോകുന്നു. പിന്നെ ഇവിടെ ശുദ്ധമായി അതുകൊണ്ടാണ് നിങ്ങളുടെ ഗവൺമെന്റ് കാലത്തെ അന്നത്തെ KPCC പ്രസിഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി കാലത്തെ തീവട്ടിക്കൊള്ളയാണ്, അതുപോലെ തന്നെ കടുംവെട്ടാണ് എന്ന് കേരളത്തിന്റെ മുന്നിൽ നിങ്ങൾ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, UDF-ന്റെ കാലത്ത് 34 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത്. അതിന് നിങ്ങൾ ആകെ ചെലവഴിച്ച 9000 കോടിയാണ്. നിങ്ങൾ അതിന്റെ മുമ്പേ LDF-ന്റെ കാലത്ത് കൊടുത്തതും പിന്നെ എങ്ങനെയാണ് മാറുന്നത് ഇവിടെ മാനദണ്ഡങ്ങളിൽ തന്നെ മാറ്റം വരുത്തി. നിങ്ങളുടെ കാലത്ത് 25,000 രൂപയായിരുന്നു വാർഷിക വരുമാനം പെൻഷൻ അർഹതയെങ്കിൽ അത് 1 ലക്ഷമായി വാർഷിക വരുമാനം ഉയർത്തി. അത് മാത്രവുമല്ല, 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. ക്ഷേമനിധി പെൻഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല. 5 മാസത്തെ പെൻഷൻ കൊടുക്കുന്നില്ല. 5 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്. അവരുടെ വിഹിതം അടച്ചത് പോലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അവരുടെ വിഹിതം അടച്ച തുക തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത പെൻഷനുകൾ അറിയാമോ? കൊടുത്തു കഴിഞ്ഞു, ബാക്കി കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ കൃത്യമായി പെൻഷൻ കൊടുക്കുന്നുണ്ട്. 5 മാസം കൊടുക്കാനുണ്ട്. 5 മാസത്തെ കുടിശ്ശികയുണ്ട്. കാലത്ത് 27 മാസം കുടിശ്ശികയായിരുന്നു. ഈ ക്ഷേമ പെൻഷൻ കാലത്ത് ആരംഭിക്കുമ്പോൾ യുഡിഎഫിന്റെ കാലത്ത് എത്ര മാസം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് അത് പറയിക്കണ്ട. അപ്പൊ കേട്ട് പറഞ്ഞാൽ എന്ന് UDF-കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിട്ട, ധനമന്ത്രി തന്നെ മാധ്യമങ്ങളോട് നേരിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ സ്വാഭാവികമായി ഉയരുക
ഉയരുക തന്നെ ചെയ്യും. കേരളം പോലെയൊരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും അത് പരിഹരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൽ തന്നെ നിക്ഷിപ്തവുമാണ്.